ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ജൂൺ 5 പരിസ്ഥിതി ദിനം അല്ലേ. ഈ ദിനത്തോടനുബന്ധിച്ചിട്ട് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴേ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഈ വെക്കേഷൻ സമയത്ത് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂൺ 5 ആകുമ്പോഴേക്കും ഫുള്ളായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടന്നാലോ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? അപ്പോൾ ജൂൺ 5 നമ്മുടെ പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, 2023 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? 2023 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? ഉത്തരം, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക. ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? അതിൻ്റെ ഉത്തരം വനങ്ങളെയാണ് നമ്മൾ ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം, ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ അല്ലേ. അടുത്ത ചോദ്യം, പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുസ്തകം ഏത്? ഒന്നും കൂടെ, പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുസ്തകം ഏത്? ആ പുസ്തകത്തിൻ്റെ പേരാണ് നിശബ്ദ വസന്തം അഥവാ റേച്ചൽ കേഴ്സൺ എഴുതിയതാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണ്? ആൻസർ, ഇടുക്കിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ആലപ്പുഴയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഇടുക്കിയും ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏതാണ്? ആലപ്പുഴയാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏത്? അതിൻ്റെ ഉത്തരം, നെയ്യാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത്? കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത്? ആൻസർ, തട്ടേക്കാടാണ്. അത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ. അടുത്തത്, ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന വനമേഖല ഏതാണ്? ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന വനമേഖല ഏതാണ്? ഉത്തരം, ഉഷ്ണമേഖല മഴക്കാടുകളെയാണ് നമ്മൾ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. അടുത്തത്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം, പ്രൊഫസർ ആർ മിശ്ര. അടുത്ത ചോദ്യം, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം, മേധാ പട്കർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് മസ്നോബു ഫുക്വോക്ക. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് വേർഡാണ് അല്ലേ, എന്നിരുന്നാലും പഠിച്ചോളാം കേട്ടോ. അടുത്ത ചോദ്യം,
ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റേച്ചൽ കേഴ്സൺ. റേച്ചൽ കേഴ്സൻ്റെ ഒരു പുസ്തകം നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? സംസ്ഥാനമാണ് ചോദിച്ചത്. ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കണ്ടൽ വനങ്ങൾ കാണുന്ന സംസ്ഥാനം ഏത്? സംസ്ഥാനമാണ് ചോദിച്ചത്. അപ്പോൾ പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് കേട്ടോ. അടുത്തത്, പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് സുന്ദർലാൽ ബഹുഗുണ. അപ്പോൾ തീർച്ചയായും എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2ൻ്റെ വീഡിയോയുമായിട്ട് കാണാം. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.